ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോവാണ്. കുഞ്ഞുണ്ണീനെ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ പാറമക്കാവ് അമ്പലത്തിലാണ് കേട്ടോ വന്നത്. അമ്പലത്തിൻ്റെ അവിടെ എത്തി ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിച്ചു, മോൾക്ക് വെച്ച് കൊടുത്തു. ഞാനും കുറച്ച് തലയിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കടന്നു. ഇന്ന് അമ്പലത്തിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തിരക്കുണ്ടായിരുന്നു. ഞാനും മോളെയും കൊണ്ട് ഉള്ളിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് ചുറ്റി വന്നു കേട്ടോ. ചുറ്റിട്ട് വന്നു. പ്രസാദം കയ്യിൽ കിട്ടിയപ്പോൾ അതിലൊരു പഴം ഇരിക്കണത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാശിയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ കരച്ചിലായി, ബഹളമായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് തൊലിയൊക്കെ പൊളിച്ച് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ കുറേ നേരം അവൾ അവിടെ കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തിയത് ഒരു 10 മണി ആവാറായപ്പോഴാണ് കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ കുഞ്ഞുണ്ണീനെ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ റെഡിയായി വന്നപ്പോൾ ഒരു സമയമായതാണ്. അങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് തന്നെ അത് താഴെ വീണു. പിന്നെ അത് പോയതിനുള്ള വാശിയായി കുറേ സമയത്തേക്ക്. അങ്ങനെ കരച്ചിൽ മാറ്റാനായിട്ട് ഇതേ ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്, അവിടെ പിടിച്ച് നിർത്തിയിട്ടാണ്. അങ്ങനെ തന്നെ അവളുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. പതിനൊന്ന് മണി വരെയൊക്കെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നട അടച്ചു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൾ ആദ്യം കണ്ടുപിടിച്ചത് ഇതാണ് കേട്ടോ. ഇതവിടെ പൈസയൊക്കെ ഇട്ടു. ഇത് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ അനുഭവം. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഞങ്ങളിതേ മസാല ദോശയും ചായയും കഴിക്കുകയാണ്. പാറമക്കാവ് അമ്പലത്തിൽ തൊഴാനായിട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ഹോട്ടലിലാണ് കേട്ടോ കയറാറുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് പോണത് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി കയറുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാണ്. കുഞ്ഞാറ്റനെ താഴെ ഇറക്കിയിട്ടാ. അവൾ ഇറങ്ങാൻ വാശി പിടിച്ചിട്ടാണ്. ആ സമയം നല്ല വെയിലൊക്കെ ഉണ്ട്, ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തണലത്ത് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയ കാരണം അതിൻ്റെ ഒരു ക്ഷീണവും പിന്നെ സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാനുള്ള ഉറക്കത്തിൻ്റെ ഒരു വാശിയൊക്കെയാണ് ഇവളിപ്പോൾ കാണിക്കുന്നത്. സാധാരണ ഈ ഒരു സമയത്ത് അവൾ ഉറങ്ങാറില്ല. പക്ഷേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എണീപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഉറക്കം വന്നത്. അല്ലെങ്കിൽ കുഞ്ഞുണ്ണി വന്ന ശേഷമാണ് ഉറങ്ങാറുള്ളൂ. അങ്ങനെ രാത്രി ഒരു 9 മണിയായപ്പോൾ ചേട്ടൻ പോയിട്ടൊരു കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേ അല്ലേ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും പെട്ടെന്ന് തന്നെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മൂടി വെച്ചേനാണ് കേട്ടോ അവൾ വാശി പിടിക്കണത്. ഇതേ ഈ ഒരു സാധനം പൊട്ടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് മൂടി വെച്ചിട്ടാണ് ഇതേ ഞങ്ങളിത് പൊട്ടിക്കണം കേട്ടോ. അങ്ങനെ അത് തുറന്നു വെച്ച് കുഞ്ഞുണ്ണി തന്നെ ആദ്യം അവൾക്ക് കേക്ക് കൊടുത്തു. മുഖത്തൊക്കെ കുറേയൊക്കെ വെച്ച് വാരിതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൊടുത്തു. പിന്നെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായി. അങ്ങനെ കുട്ടികളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ടാറ്റാ.